ഓരോ ദിവസങ്ങളും ഗ്രഹങ്ങളുടെ അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്കതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോൾ ഓഫീസിൽ ചെന്ന ബോസിനായാലും സഹപ്രവർത്തകരായാലും ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനായാലും എല്ലാത്തിനും ആ വസ്ത്രത്തിനൊരു ധാരണയുണ്ട്. ഞായറാഴ്ച എന്ന ദിവസം സൂര്യൻ്റെ ദിവസമാണ്. സൂര്യൻ്റെ നിറമാണ് റെഡ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സൂര്യോദയ സമയത്ത് ചുവന്നതും സൂര്യൻ അസ്തമിക്കുമ്പോഴും ചുവന്നൊരു ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ചുവന്ന ഡ്രസ്സ് എന്നുവെച്ചാൽ ചുമപ്പും ഇട്ട് നടക്കാനല്ല പറയണത്, റെഡ് ചേർന്ന ഡ്രസ്സുകൾ ധരിച്ചാൽ, ഇല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും റെഡ് കളർ കയ്യിൽ വച്ചാൽ അന്നത്തെ ദിവസം ശോഭനമായിരിക്കും. സൺഡേ. മൺഡേ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്. അത് തിങ്കളാഴ്ച. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറോ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ അന്നത്തെ ദിവസം അവർക്ക് വളരെയധികം നല്ലതായിരിക്കും. ഇനി ബുധനാഴ്ച ദിവസം, ബുധൻ എന്ന് പറയുമ്പോൾ ബുധൻ്റെ നിറമാണ് പച്ച. ചെറുപയർ, പച്ച, അതൊക്കെ നല്ലതാണ്. ബുധൻ്റെ ദിവസം പച്ച തളർന്ന ഡ്രസ്സുകളോ പച്ച കളർ ഡ്രസ്സുകളോ ധരിച്ചാൽ അന്നത്തെ ദിവസം ശോഭനമായിരിക്കും. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ മഞ്ഞ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞയോ മഞ്ഞ കളർന്ന ഡ്രസ്സുകളോ ധരിച്ചാൽ അന്നത്തെ ദിവസം വളരെ ശോഭനമായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുപ്പ് വൈറ്റോ ഓഫ് വൈറ്റോ കളർ ചേർന്ന ഡ്രസ്സുകൾ ധരിച്ചാൽ ശുക്രൻ്റെ ദിവസം, ശുക്രൻ്റെ നിറമാണ് സിൽവർ കളറാണ്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ധരിച്ചാൽ വളരെ സൗകര്യം, വളരെ നല്ല ദിവസമായിരിക്കാം. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ശനിയുടെ നിറമാണ് കറുപ്പും നീലയും. ഈ കറുപ്പും നീലയും കളർന്ന ഏതെങ്കിലും ഡ്രസ്സുകൾ ധരിച്ചു കഴിഞ്ഞാൽ, കറുപ്പോ നീലയോ ധരിച്ച ഡ്രസ്സ് ധരിച്ചാൽ വളരെ നല്ലത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയതാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് കറുത്ത വസ്ത്രം ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല, കറുപ്പിലേക്ക് എല്ലാം അടങ്ങിയിരിക്കുന്നു, ഒന്നും വേണ്ട ഇനി, അതതിൻ്റെ അർത്ഥം. കറുപ്പോ നീലയോ ധരിച്ചാൽ വളരെ നല്ലതായിരിക്കും.